നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മൾ രാവിലെ ബൈക്ക് എടുത്തുകൊണ്ട് പോകുന്ന വേറെ എങ്ങോട്ടുമല്ല, തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണ് നമ്മുടെ വിജയണ്ണൻ്റെ ലാസ്റ്റ് ഫിലിമായിട്ടുള്ള ജനനായകൻ കാണാനായിട്ടാണ് നമ്മൾ ഈ പോകുന്നത്. അങ്ങനെ 10-30 വർഷം നമ്മൾ എൻ്റർടൈൻ ചെയ്ത ഒരു മനുഷ്യൻ്റെ ലാസ്റ്റ് ഫിലിം കാണാനായിട്ടാണ് ഞാൻ ഈ തിയേറ്ററിലോട്ട് പോകുന്നത്. ഏതാണ്ട് എനിക്കൊരു 10 വയസ്സ് താഴെ മാത്രം പ്രായമുള്ളപ്പോഴാണ് ഞാൻ വിജയണ്ണൻ്റെ ഒരു പടം കാണുന്നത്. ഞാൻ ആദ്യമായിട്ട് കാണുന്ന പുള്ളിക്കാരൻ്റെ സിനിമ ബദ്രി എന്ന് പറയുന്നൊരു സിനിമയാണ്. അത് അയലത്തെ വീട്ടിലെ TV-യിലാണ് ഞാൻ കണ്ടത് തന്നെ. അപ്പോൾ അത്രയും കുഞ്ഞിലോട്ട് എനിക്ക് പുള്ളിക്കാരനെ അറിയാം. അന്ന് മുതലേ ഞാൻ പുള്ളിക്കാരൻ്റെ ആരാധനായിട്ട് മാറിയതാണ്. ഇപ്പോൾ ലാസ്റ്റ് ഫിലിമിന് ഞാൻ പോകുമ്പോഴുള്ളൊരു ഫീലിംഗ് ഞാൻ എത്രത്തോളം നിങ്ങളടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇത്രയും നാൾ സിനിമയിൽ ഡാൻസിലൂടെയും പാട്ടിലൂടെയും ആക്ഷനിലൂടെയും നമ്മൾ എൻ്റർടൈൻ ചെയ്തൊരു മനുഷ്യൻ പെട്ടെന്നൊരു സുപ്രഭാതി സിനിമ വിട്ട് പോവാന്നൊക്കെ പറയുമ്പോൾ അതൊട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ടേ പറ്റത്തില്ല. മനസ്സിൽ എന്തൊരു ആഘോഷമാണെങ്കിലും വിജയണ്ണൻ്റെ പാട്ടില്ലാതെ അത് കംപ്ലീറ്റ് ആവത്തില്ല. അത്രയും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മനുഷ്യൻ. പുള്ളിയുടെ ഓരോ പടം കാണാൻ പോയിട്ടുള്ളപ്പോഴും ഓരോരോ ഓർമ്മകളാണ് എനിക്ക്. അതിൽ 1-2 ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. കൊല്ലത്ത് പണ്ട് ഗ്രാൻഡ് പ്രിൻസ് എന്ന് പറയുന്ന 2 തിയേറ്റർ ഉണ്ടായിരുന്നു, ഫുട്പാത്തിനുള്ളിലായിട്ട്. അത് എത്ര പേർക്ക് അറിയാമെന്നറിയത്തില്ല, പക്ഷെ കൊല്ലക്കാർക്ക് നല്ല വ്യക്തമായിട്ട് ആ തിയേറ്ററിനെ അറിയാം. അന്ന് ആ തിയേറ്ററിൽ തുപ്പാക്കി ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരും ട്യൂഷൻ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് രാവിലെ ഒരു 7-7:30 ആയപ്പോൾ അതിൻ്റെ മുന്നിൽ വന്ന് കുത്തിയിരുന്നിട്ടുണ്ട്. അന്ന് ഈ ഓൺലൈൻ ബുക്കിംഗ് ഒന്നുമില്ല, നമ്മൾ ക്യൂ നിന്ന് വേണം ടിക്കറ്റ് എടുക്കാൻ. അന്ന് ആ ഫസ്റ്റ് ഷോ ആ ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് കണ്ടൊരു ഫീൽ ഉണ്ടല്ലോ, അത് ഒരിക്കലും ഞാൻ മറക്കത്തില്ല. പിന്നെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മെമ്മറി ഉള്ള കത്തി എന്ന് പറയുന്ന സിനിമയ്ക്കാണ് വിജയമുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതാതെ ഫസ്റ്റ് ഷോ കണ്ട സിനിമയെ കത്തി. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഈ യൂണിവേഴ്സിറ്റി പരീക്ഷയൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് പോയി കാണാനുള്ള ആക്ടിംഗ് ഒക്കെ ഉണ്ടോ വിജയുടെ? അത്രയ്ക്കും കിടിലൻ ആക്ടറാണോ വിജയ് എന്ന് ചിന്തിക്കും. വിജയ് വലിയൊരു ആക്ടറേ അല്ല. നിങ്ങൾ ഏത് ആക്ടർ വെച്ച് കമ്പയർ ചെയ്താലും പുള്ളി അത്രയ്ക്ക് വലിയ ആക്ടറൊന്നുമല്ല. പക്ഷേ ഒരു വിജയ് സിനിമ കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങുമ്പോൾ ഒരിക്കലും നിങ്ങളെ മനസ്സ് ഡൗൺ ആവത്തില്ല. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും വരുന്നൊരു വിജയ് സിനിമ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു നോക്കുക. അതൊരിക്കലും നിങ്ങളെ മനസ്സിനെ തളർത്തത്തില്ല. ഉറപ്പായിട്ട് നിങ്ങളത് മോട്ടിവേറ്റ് ചെയ്തിരിക്കും. 100% ഉറപ്പ് അതിൽ ഞാൻ തരാം. പലരും ചോദിക്കുന്നതാണ്, വിജയ്ക്ക് എന്താ ഇത്ര ആരാധകർ? എല്ലാം ഒരേ ടെംപ്ലേറ്റ് ആയിട്ടുള്ള പടം തന്നെയാണല്ലോ, വലിയ രസമൊന്നുമില്ല, എല്ലാത്തിലും ഒരേ ഡാൻസ്, ഒരേ ഫൈറ്റ്, ഒരേ സ്ക്രീൻ പ്രസൻസ് എന്നൊക്കെ ആയിരിക്കും പലരും പറയുന്നത്. അങ്ങനെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് അത് മതി. 30 വർഷം പുള്ളിക്കാരൻ ഒരു എൻ്റയർ ജനറേഷനെ ഇത്രയും കൂട്ടമായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ചില്ലറ കാര്യമല്ല. 6 വയസ്സുള്ള കുട്ടി മുതൽ 60 വയസ്സുള്ള ആൾ വരാണെങ്കിലും പടത്തിന്റെ ജോണർ ഏതാണെങ്കിലും വിജയ് സിനിമ എന്ന് പറഞ്ഞാൽ ഇരുന്ന് കാണും. അതാണ് പുള്ളിക്കാരനെ 30 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്തേക്കുന്ന ബ്രാൻഡ്. പുള്ളിക്കാരൻ ആ ബിഗ് സ്ക്രീനിൽ വന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ഓറ ഉണ്ടല്ലോ, ആ കണ്ണ്, ആ ഡാൻസ്, ആ നടക്കുന്ന ആ ഒരു രീതി, ആ ഒരു സ്റ്റൈല്, അതൊക്കെ ഇനി വേറൊരു ഹീറോയ്ക്ക് എനിക്ക് തരാൻ പറ്റുമെന്ന് ഒരിക്കലും എനിക്ക് അറിയത്തില്ല. ഇനി അങ്ങനെ ഒരു ഹീറോയെ ഞാൻ കാണുമെന്നും എനിക്കറിയത്തില്ല. ഉറപ്പായിട്ടും കാണാൻ വഴിയില്ല. വിജയ് ഈസ് ദ ഓൺലി വിജയ്, വേറെ വിജയ് ഇല്ല. പുള്ളിക്കാരനെ കവച്ച് വെക്കാൻ ആരുമില്ല ആ ഒരു കാര്യത്തിൽ. വിജയനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. ഞാൻ വാതോരാതെ സംസാരിക്കാൻ എനിക്ക് പറ്റും, പക്ഷെ ഞാൻ അതൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പം ഞാൻ ഈ പടം കാണാൻ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, സമയം 5:03 ആയിട്ടുണ്ട്. ഈ പടത്തിന് എക്സ്പെക്ടേഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എക്സ്പെക്ടേഷൻസും ഇല്ല. കാര്യം എനിക്കറിയാം ഈ പടം ചിലപ്പോൾ ഒരു അപരാധ പടമായിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേസർ റീമേക്ക് നമുക്ക് ഓൾറെഡി അറിയാം. ഓൾറെഡി 1.5 കോടി പുറത്ത് ആൾക്കാരും ഇത് ലീക്കായിട്ടുള്ള പ്രിന്റ് കണ്ടിട്ടുണ്ട്. ഞാനത് കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ പടം കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ലാസ്റ്റ് പടമാണ്, അതിന് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കണം. പിന്നെ ഞാൻ ഈ സിനിമ കാണാൻ പോകുന്ന ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്ന വേറൊന്നും കൊണ്ടല്ല, പുള്ളിക്കാരൻ്റെ ഒരു റിയൽ ലൈഫ് ഇൻസ്പിറേഷൻ കൂടിയാണ്. സിനിമ എന്ന് പറയുന്നത് തൻ്റെ കരിയറിൽ ഏറ്റവും ടോപ്പിൽ നിന്നൊരു മനുഷ്യൻ, 200 കോടി ശമ്പളം ഒരു സിനിമയ്ക്ക് മേടിച്ചിരുന്ന ഒരു മനുഷ്യൻ, അതെല്ലാം വിട്ടിട്ട് ജനങ്ങൾക്ക് വേണ്ടി സേവിക്കാൻ വേണ്ടി പൊളിറ്റിക്സ് വരിക. പൊളിറ്റിക്സ് വന്ന് ഇലക്ഷനിൽ നിന്ന് ജയിച്ച ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ CM ആവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഒരു സ്റ്റേറ്റിൻ്റെ ഗവർണൻസ് ആയിട്ട് എടുക്കുക എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഒരു സിനിമാ കഥ പോലെ തോന്നുമെങ്കിൽ ഇത് റിയൽ ലൈഫിൽ സംഭവിച്ചതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വലിയൊരു മോട്ടിവേഷൻ അത്. പിന്നെ വിജയെ ട്രോളെന്ന് പറയും. വിജയുടെ ആരാധകന്മാരെയും ട്രോളുന്ന ആൾക്കാരുണ്ട്. വിജയ് കറുത്തിരിക്കുകയാണ്, കോളനി ആയിട്ടുള്ള ഫാൻസാണുള്ള, അങ്ങനെയൊക്കെ കുറേ ആരാധകരുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഈ വീഡിയോ കാണുന്നവർക്ക് നിങ്ങൾക്കും വേണം എന്നെ ഊക്കാം. അത് വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് അതേ പറയാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും പുള്ളിയുടെ സ്റ്റാർഡം ഇനി ആ ഒരു പൊസിഷനിലേക്ക് എത്താനും ആർക്കും പറ്റത്തില്ല. ഇനി ഉള്ള ഒരു നടന്മാർക്കും പറ്റത്തില്ല. കാര്യം പുള്ളി ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു എപ്പിറ്റമോ സ്റ്റാർഡം ഉണ്ട്. അതിൻ്റെ മുകളിലൊരു സ്റ്റാർഡം വെക്കാനായിട്ട് ഇനി ഒരുത്തനും പറ്റത്തില്ല. പുള്ളി സിനിമ നിർത്തുന്നതുകൊണ്ട് എന്താ നഷ്ടമെന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ആ നഷ്ടം മനസ്സിലാവത്തില്ല. അത് മനസ്സിലാവുന്ന കുറച്ച് ആൾക്കാരുണ്ട് സിനിമയിൽ തന്നെ. പ്രൊഡ്യൂസേഴ്സ്, തിയേറ്റർ ഓണേഴ്സ്, ഡയറക്ടേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഇവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും വിജയ് എന്ന് പറഞ്ഞ സ്റ്റാർഡത്തിൻ്റെ ആ പീക്ക് എന്തുവാണെന്ന് മനസ്സിലാവും. അറ്റ് ലാസ്റ്റ് ഞാനീ പോകുന്നത് നമ്മുടെ വിജയൻ്റെ ലാസ്റ്റ് പടമെന്ന് ആലോചിക്കുമ്പോണ്ടല്ലോ, ആ ഒരു ഫീല് പറഞ്ഞാലായിട്ട് മനസ്സിലാവത്തില്ല നിങ്ങൾക്ക്. ഞാൻ ഇന്നത്തെ ദിവസം ഉറങ്ങിയിട്ടില്ല. ഇന്ന് ലിറ്ററലി ഞാൻ 3 മണിക്ക് എണീറ്റ് കുളിച്ച് റെഡിയായി 4 മണി തൊട്ട് ഫോണിൽ നോക്കിയിരിക്കുക. അതായത് ഇൻസ്റ്റാഗ്രാം ഫീഡ്സിൽ മൊത്തം വരുന്ന വിജയനെ കുറിച്ചുള്ള വീഡിയോസ്. അത് കാണുമ്പോൾ കിട്ടുന്നൊരു ഇമോഷൻ ഉണ്ടല്ലോ, അത് നമ്മളെ ഹിറ്റ് ചെയ്യും ഭയങ്കരമായിട്ട്. അത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. ഒരു വിജയ് ഫാനിന് ഉറപ്പായിട്ടും അത് മനസ്സിലാവും. പടം വിജയിക്കോ 100 കോടി അടിക്കോ അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇത് ലാസ്റ്റ് പടമാണ്, ഇത് ഞാൻ കാണും. അതിനുവേണ്ടി മാത്രമാണ് ഞാനീ പോകുന്നത്. അത് എങ്ങനെയുള്ള പടമാണെങ്കിലും ഞാൻ എൻജോയ് ചെയ്യും. അത് മാത്രമാണ് എൻ്റെ മൈൻഡ് സെറ്റിലുള്ളത്. 6 മണിക്കത്തെ ഷോയ്ക്ക് ഞാൻ 5 മണിക്ക് മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടതെന്ന് ഓർക്കണം നിങ്ങൾ. വാട്ട് എവർ, നമ്മളിനി കുറച്ച് നേരത്തുള്ളിൽ തിയേറ്ററിലെത്തും. തിയേറ്ററിലെത്തിയിട്ട് അവിടുത്തെ അവസ്ഥ എന്തോന്ന് ഞാൻ കാണിച്ചു തരാം. രാവിലെ
സമയം 5:15 കേട്ടോ. 5:15 തന്നെ നമ്മളിവിടെ എത്തി. പക്ഷേ തിയേറ്റർ ഓപ്പൺ ആയിട്ടില്ല. നമ്മൾ പുറത്ത് നിൽക്കുക, വണ്ടിയൊന്നും അകത്തോട്ട് കയറ്റുന്നില്ല. അവർ ഗേറ്റ് പൂട്ടി തന്നെ ഇട്ടിരിക്കുക. ഫാൻസ് എല്ലാം വന്ന് പുറത്ത് നിൽപ്പുണ്ട്. പക്ഷേ ഇവിടെ വലിയ ആഘോഷമൊന്നും കാണുന്നില്ല ഞാൻ നോക്കിയിട്ട്. ഇന്നലെ വൈകിട്ട് കൊല്ലത്തൂടെ വന്നപ്പോൾ ഉണ്ടല്ലോ, അവിടെ കിട്ടില്ലായിട്ട് അവർ ആഘോഷിക്കുന്നുണ്ടായിരുന്നു ഇവിടെ. പക്ഷേ വലിയ ആഘോഷമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതേ ഇവിടെ ഗേറ്റ് ഓപ്പൺ ആയി, നമുക്ക് അകത്തോട്ടൊന്ന് കയറാം. വണ്ടിയൊന്ന് സ്റ്റാർട്ട് ചെയ്തോട്ടെ. അകത്തോട്ട് കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കി. ഇനി അകത്ത് വല്ല പരിപാടിയും സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ഇവിടെ സാധാരണ വലിയ ആഘോഷമൊന്നും ഉണ്ടാവാറില്ല ഒരു പടത്തിന്. ഞാനിവിടെ ഫസ്റ്റ് ഷോയ്ക്ക് വന്നിട്ടുള്ള മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ പടത്തിന് പോലും വലിയ ആഘോഷമൊന്നും ഉണ്ടായിട്ടില്ല തിയേറ്ററിൽ. നല്ല JB സിനിമാസിലാണ് കേട്ടോ നമ്മളിന്ന് ജനനായകൻ കാണാനായിട്ട് വന്നേക്കുന്നത്. വിജയൻ്റെ ലാസ്റ്റ് പടം നമ്മൾ JB സിനിമാസിൽ അടിച്ച് പൊളിക്കാനായിട്ട് പോയി. ഇനി അറിയത്തില്ല ചത്ത ഫാൻസ് ആയിരിക്കുമെന്ന്. അകത്ത് കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. വലിയ തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല, പക്ഷേ ടിക്കറ്റ് ഫുള്ളാണ് കാണിച്ചിരുന്നത്. വലിയ ആഘോഷമൊന്നുമില്ല കേട്ടോ, സൗണ്ടോ ചെണ്ടമേളോ ബഹളമൊന്നുമില്ല. പക്ഷേ കൊല്ലത്തൊക്കെ സെറ്റ് ആഘോഷമായിട്ടാണ് പടം തുടങ്ങുന്നത്. ഇവിടെയൊക്കെ ഉള്ളി ചത്തണക്കുള്ള പരിപാടിയെന്ന് തോന്നുന്നു. വണ്ടിയൊന്ന് വെച്ചിട്ടൊന്ന് അകത്തോട്ടൊന്ന് കയറി നോക്കാം ആൾക്കാരും തിരക്കൊക്കെ ഉണ്ടോയെന്ന്. ഇതുവരെ ആരെയും കണ്ടില്ല ഇവിടെ ഒന്നും. കൊല്ലത്ത് എണ്ണക്കൊരു വലിയ ആഘോഷമൊന്നും JB സിനിമാസിൽ കാണുന്നില്ല കേട്ടോ. അനക്കോ ആവിയൊന്നുമില്ല. പിന്നെ ഇവിടെ TVKയുടെ കൊടി വെച്ചിട്ടുണ്ട്. TVKയുടെ കൊടിക്ക് താഴെ കുറേ ഫാൻസ് അസോസിയേഷൻ മെമ്പേഴ്സ് നിൽപ്പുണ്ട്. അവർ വലിയ ആഘോഷമൊന്നും സംഘടിപ്പിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. കൊച്ചു പിള്ളേരല്ല. ആഘോഷം സംഘടിപ്പിക്കാത്ത ഈ ടീമുകളെല്ലാം ഇനി റിഗ്രറ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. 2 TVKയുടെ കൊടി 2 ഫ്ലെക്സും മാത്രമേ ഇവിടെ ഉള്ളൂ ജനനായകത്തിനെ കുറിച്ച്. വേറെ പരിപാടികളൊന്നുമില്ല, ചെണ്ടമേളോ കൊട്ടോ പാട്ടോ ഒന്നുമില്ല. ആഘോഷവും കൊട്ടും പാട്ടൊക്കെ കൊല്ലത്ത് ധന്യരമേ തിയേറ്ററില്ല. അവിടെ എന്തായാലും പടം കാണുന്നവർക്ക് വെറുത്തായിരിക്കും ഫാൻസിൻ്റെ കൂട്ടിരുന്ന്. ഇവിടെ പിന്നെ വലിയ അനക്കമൊന്നുമില്ല. നമ്മളൊന്ന് 3rd സ്ക്രീനിലാണ് കേട്ടോ വിജയൻ്റെ ലാസ്റ്റ് പടമുള്ള ജനനായകൻ കാണാനായിട്ട് പോകുന്നത്. ഇവിടെ 2 സ്ക്രീൻ വേറെയും ഉണ്ട്. 5:30 ഇപ്പോൾ ഓപ്പൺ ആയതേ ഉള്ളൂ ഇതിൻ്റെ പോലും ഗേറ്റ്. അങ്ങോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് വിജയൻ്റെ കുറച്ച് പോസ്റ്റർ കാണാനായിട്ട് പറ്റും. എന്താ അവസാനമായിട്ട് കാണും. ഇതൊക്കെ ഇനി തിയേറ്ററിൽ തന്നെ കാണുമെന്ന് അറിഞ്ഞൂടെ. ഇതൊക്കെ എടുത്ത് ദൂരെ കളയും ഒരു പടം തീരുമ്പം തന്നെ. എന്തായാലും അടുത്ത പടം വരുന്നവർ ഇതിവിടെ കാണും. കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് പോകും. ഈ ചേട്ടനൊക്കെ ഫസ്റ്റ് ഷോ കാണാനായിട്ട് വന്നിരിക്കുക. എല്ലാവരുടെ ഉള്ളിൽ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, എന്നൊരു വിഷമമുണ്ട്. ഇനി ഇങ്ങനൊരു ഫസ്റ്റ് ഷോ കാണാൻ പറ്റത്തില്ലല്ലോ എന്നുള്ളൊരു വിഷമം എല്ലാവരുടെ മനസ്സിലുണ്ട്. നമ്മൾ വിജയനെ കാണുന്ന ലാസ്റ്റ് മൊമെൻ്റ് എത്തി കേട്ടോ. 5:47 ഇപ്പം തന്നെ ടിക്കറ്റ് കൊടുത്ത് കയറ്റുമെന്നാണ് തോന്നുന്നത്. കുറച്ച് നേരം കഴിഞ്ഞാൽ ഭാഗത്തോട്ട് കയറാനായിട്ട് പറ്റും. ഇവിടങ്ങളിലുള്ളതിൽ ഏറ്റവും നല്ല തിയേറ്ററാണ് JB. ഇതേൻ്റെ ടിക്കറ്റ് കയറ്റി തുടങ്ങി. നമ്മളൊക്കെ പോയി ഒന്ന് ക്യൂ നിൽക്കുക. അവിടെ നല്ല തിരക്കുണ്ട്. കുറച്ച് പേരെ ഉള്ളതെന്നാണ് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ ആൾ വരുന്നുണ്ട് കേട്ടോ. പഴയ ടിക്കറ്റൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. അതായത് പണ്ട് ടിക്കറ്റ് എടുത്ത് ഫാൻ ഷോയ്ക്ക് ടിക്കറ്റ് എടുത്ത് പണിവാളി പോയ ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ വന്ന് കയറുന്നുണ്ട്. കുറേ ആൾക്കാർ മറന്നുപോയി കാണും റിലീസ് എന്നുള്ള കാര്യം പോലും. അങ്ങനെ നമ്മൾ അവസാനത്തെ ദളപതി ദർശനത്തിന് വേണ്ടി കയറാനായിട്ട് പോവുക നമ്മൾ. ലിയോലി പാട്ടിട്ടപ്പം തിയേറ്ററിൽ മൊത്തത്തിൽ കത്തി കേട്ടോ, ഒന്നും പറയണ്ട. കൊല്ലത്തെ മെയിൻ വിജയ് ഫാൻസ് ആയിട്ടുള്ള കൊല്ലം നൻപൻസിന്റെ ടൈറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സെറ്റപ്പായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ പടം തുടങ്ങുന്നതിന് മുന്നേ കാണിച്ച ഈ ഒരു സാധനം ഇതെന്നെ വല്ലാതെ അങ്ങോട്ട് ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ വിജയുടെ ഹേറ്റർ ആണെങ്കിൽ, ഒരു സിനിമാ പ്രേമിയാണെങ്കിൽ വിജയോടൊരു നന്ദി പറയാൻ നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റത്തില്ല. ഒടുവിൽ ഇത്രയും കാലം കിട്ടാതിരുന്ന സെൻസർ സർട്ടിഫിക്കറ്റ് നമ്മൾ തിയേറ്ററിനുള്ളിൽ ഇരുന്ന് കണ്ടു കേട്ടോ. പടം കൊള്ളാവോ കൊള്ളത്തില്ല എന്നുള്ള മാറ്ററിലൊക്കെ പിന്നെ വരാം. ഈ ഒരു ടൈറ്റിൽ കാർഡ് ഇനി ലോകത്ത് ഒരു നടന്നും കിട്ടത്തില്ല ഇങ്ങനൊരു ടൈറ്റിൽ കാർഡ്. വിജയുടെ പഴയ പല ടൈറ്റിൽ കാർഡുകൾ അടിച്ചു മാറ്റിയ നടന്മാരുണ്ട്, പക്ഷേ ഇത് അടിച്ചു മാറണമെങ്കിൽ ഒരു ഇത്തിരി പുളിയും കേട്ടോ. ഈ ടൈറ്റിൽ കാർഡ് തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടല്ലോ ഫസ്റ്റ് ഷോ, അതിൻ്റെ ഒരു വൈബും അതിൻ്റെ ഒരു ഗൂസ് ബമ്പും എന്താണെന്ന് അറിയണമെങ്കിൽ ഫസ്റ്റ് ഷോ കണ്ടവർക്ക് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. അവസാന പടത്തിലാണ് എൻ്റെ ഇൻട്രോ സീൻ. എല്ലാ പടത്തിലും ഇൻട്രോ സീനിൽ ഞാൻ ആഘോഷിക്കാറാണ് പതിവ്, പക്ഷേ ഈ പടത്തിൽ എനിക്ക് അങ്ങനെ അങ്ങോട്ട് ആറാടാനായിട്ട് പറ്റില്ല. ഇൻട്രോ സീൻ പുള്ളി അവസാനം നമ്മൾ കണ്ടു, അവസാനമായിട്ട് എന്തോ പറയാനാ, അവസാനത്തെ ദർശനം. പിന്നെ ഈ ഒരു ഫ്രെയിം കേട്ടോ, ഈ ഒരു ഒറ്റ ഫ്രെയിം മതി പൈസ മുതലാവാനായിട്ട്. പുള്ളിയുടെ അവസാന പടത്തിൽ ഫാൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാം ഉണ്ടായിരുന്നു. പുള്ളിയുടെ വൈബായിട്ടുള്ള ഡാൻസ്, ഫൈറ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ പുള്ളി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ജനനായകൻ കാണാൻ പോകുമ്പോൾ വേറെ ഒന്നും എക്സ്പെക്ട് ചെയ്ത് പോകേണ്ട. ഒരു ഔട്ട് ആൻഡ് ഔട്ട് വിജയ് ഫാൻസിന് വേണ്ടിയുള്ള ഒരു വിജയ് പടം, അത് മാത്രം കണ്ടുകൊണ്ട് പോയാൽ മതി നിങ്ങൾ.
പിന്നെ എനിക്ക് തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ ഗൂസ് ബംസ് അടിച്ചത് ഈ ഒരു പാട്ടിനാണ്. പടം അത്ര നേരം കണ്ടോണ്ടിരുന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടില്ലായിട്ട് എനിക്ക് എഫക്റ്റ് ചെയ്തൊരു പാട്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പാട്ട് ഈ ഒരു പാട്ടാണ് പടത്തിൽ. പടം തീർന്നു കഴിഞ്ഞിട്ട് ആരും എണീറ്റ് പോകരുത് കേട്ടോ. ഒരു എൻ ക്രെഡിറ്റ് സീനുണ്ട്. ആ ഒരു 1 മിനിറ്റ് സീനുണ്ടല്ലോ, വിജയ് ഫാൻസ് എല്ലാവരും കരയുമായിരുന്നു തിയേറ്ററിൽ. കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു മനുഷ്യനെ ഇനി നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല ഇങ്ങനെ തിയേറ്ററിൽ ഇത്ര എനർജറ്റിക് ആയിട്ട്, ഇത്രയും നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്ന ഒരു വലിയൊരു എൻ്റർടൈനറാണ് നമ്മൾ മിസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതെനിക്ക് ഭയങ്കര ഒരു ഹേർട്ട് ബ്രേക്ക് ആയിരുന്നു എനിക്ക്. പടം കണ്ടിറങ്ങുന്ന ഓരോ വിജയ് ഫാൻസിനും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വേദനയായിരിക്കും, ഇനി പുള്ളിക്കാരനെ സ്ക്രീനിൽ കാണാൻ പറ്റത്തില്ലല്ലോ എന്ന്. അങ്ങനെ പടം കണ്ടു കഴിഞ്ഞു കേട്ടോ. അവസാനത്തെ ലാസ്റ്റ് ഡാൻസും വിജയണ്ണൻ്റെ കണ്ടു കഴിഞ്ഞ് നമ്മൾ എണീറ്റ് പോകാനായിട്ട് പോകും പുറത്തോട്ട്. ഞാൻ ബാക്കി പുറത്തോട്ട് എത്തിയിട്ട് പറയാം. ഞാനൊന്ന് വണ്ടി ഒന്ന് ഓണായിക്കോട്ടെ, ഇവിടെ നിന്ന് പോയിട്ട് വേണം ബാക്കി സംസാരിക്കാനായിട്ട്. മൊത്തത്തിൽ ഞാനൊരു അവിഞ്ഞ പരുവത്തിലിരിക്കുക. സത്യം പറഞ്ഞാൽ സങ്കടപ്പെട്ട് തന്നെ ഇറങ്ങിയത്. കാര്യം പുള്ളിക്കാരൻ ഇനി സ്ക്രീനിൽ കാണാൻ പറ്റത്തില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. പിന്നെ ഞാനൊരു വീഡിയോ ഇടാൻ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് പേര് അറിയണം ഇനി ഇങ്ങനൊരു മനുഷ്യൻ ജീവിച്ചിരുന്നിട്ടുണ്ടായിരുന്നു എന്ന് അറിയണം. ഇനി വരുന്ന കുട്ടികളൊക്കെ ഇനി അറിയാൻ പോകുന്നത് CM വിജയ്, തമിഴ്നാടിൻ്റെ CM ആയിട്ടുള്ള വിജയ് എന്നായിരിക്കും വിജയ് അറിയപ്പെടാൻ പോകുന്നത്. പക്ഷേ പുള്ളിയുടെ ഒരു പീക്ക് ലെവൽ സ്റ്റാർഡം ആരും അറിയത്തില്ല. ഇനി വരുന്ന കുട്ടികളൊന്നും അറിയാൻ പോകുന്നില്ല. അതവരറിയണം. അതിനെങ്കിലും വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ എടുത്തത്. എന്താ പറയാനായിട്ട്, താങ്ക് യു സോ മച്ച് വിജയ് സാർ ഫോർ മേക്കിംഗ് അവർ ചൈൽഡ്ഹുഡ് ബെസ്റ്റ്. അതേ പറയാനായിട്ടുള്ളൂ. വിജയ് അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഹീറോ ആയിരുന്നു ഇങ്ങനെ ഈ ഒരു ക്രൈസിസിലൂടെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ, ഇങ്ങനെ സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടാതെയും പടം ലീക്കായിട്ടും പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ പടം ഇറക്കിയിട്ട് കാര്യമില്ല, ആ പടം കളയുന്നതായിരിക്കും നല്ലത്. ഇത് ഓൺലി വിജയ് ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഈ പടം ഓടുന്നത്. എന്താ അതിൽ പറയാനായിട്ട്, ഒത്തിരി സങ്കടം ഉണ്ടെങ്കിലും നമുക്കതിപ്പോൾ അക്സെപ്റ്റ് ചെയ്ത് പറ്റും. പുള്ളിക്കാരൻ്റെ ഒരു പാത്ത് തേടി പൊക്കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഹൈപ്പ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ. ഇതെൻ്റെ മാത്രം ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കാര്യം ഞാൻ വീഡിയോ ഇടാൻ കാരണം പുള്ളിയുടെ ഒരു കട്ട ഫാനാണ് ഞാൻ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.